9, 8, 7, 6, 5, 4, 3, 2. Are you ready? Decision is here. ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിൻ്റെ ഗംഭീരമായിട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് താലിമംഗലം. ആര് പറഞ്ഞാലും ഈ ആനന്ദ് വെറും ഒരു സംഭവമല്ല, മഹാസംഭവം. അമ്മയ്ക്കൊരു പൊന്നുകുടം ആദിവരും മന്ത്രകുടം അത്തരമേലം മേലെ സൂപ്പർ ആയിരുന്നു. പഴയ കാലങ്ങളെങ്ങും പിന്നമ്മ വെൽക്കം ടു ക്യൂട്ടീസ് ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള എപ്പിസോഡിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കുട്ടിക്കുറുമ്പന്മാരുടെ നല്ല പെർഫോമൻസുകൾ കാണാൻ എല്ലാവരും റെഡിയാണ്, ജഡ്ജസും റെഡിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ദ മച്ച് റോക്കിംഗ് ജഡ്ജസ് ശ്രീജി, MJG ആൻഡ് സിദ്ധു. ജഡ്ജസ്, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷം? ശ്രീജി പറയൂ. ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. കാരണം ഫ്ലവേഴ്സിൻ്റെ ഈ ടോപ്പ് സിംഗറിൽ വരാൻ പറ്റി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് കുട്ടനും സിത്താരയും. അവരുടെ കൂടി ഇരിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരുപാട് വിശേഷങ്ങളാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ വിശേഷം പറയാനുള്ളത് കുട്ടൻ്റെ ഒരു മനോഹരമായ ഗാനം. കാരണം ഒടിയൻ എന്ന ചിത്രത്തിൽ എനിക്ക് പാടാൻ കുട്ടനൊരു അവസരം തന്നു. അതിന് ഞാൻ ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി വിശേഷങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് വീണ്ടും പതുക്കെ പറയാം. എനിക്ക് പുതിയ വിശേഷമല്ല, ഒരു പഴയ വിശേഷമാണ് പറയാനുള്ളത്. ഇവിടെ നടക്കുന്ന ആളെ കണ്ടില്ലേ? സിത്തു കണ്ടില്ലേ? സിത്തു ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ 2004 ഞാൻ ജഡ്ജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ സിത്തുവാണ് പാടുന്നത്. പാട്ട് കഴിഞ്ഞ തൊട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ശരത്തുമായിരുന്നു ജഡ്ജസ്. അപ്പോൾ ഇങ്ങനെ കണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞത്, കാരണം അങ്ങനെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പോൾ അങ്ങനെ അന്ന് കരഞ്ഞ ആ കുട്ടി പിന്നെ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന നമുക്ക് അഭിമാനമായിട്ടുള്ള ഒരു പാട്ടുകാരിയായി എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമുള്ള ആളാണ് ഞാൻ. MG അണ്ണൻ്റെയും അതുപോലെ എൻ്റെയും ഇടയിൽ സിത്തു ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ളതായിരുന്നു. ഞങ്ങൾ ഇടയിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുക. കാരണം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇളക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, ഏത് പാട്ടായിരുന്നു പാടിയത്? ഞാൻ പാടി തൊടിയിലേതോ പറഞ്ഞ പാട്ട് സാർ. അത് പാടി എന്താ പറ്റിയെന്നറിയില്ല. അത് പാടി ഇങ്ങനെ വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി തീർത്തപ്പം ഒരു വെപ്രാളം വന്നു. അപ്പം എന്താ ഒരു സങ്കടം വന്ന് സൈഡിൽ പോയിരുന്ന് കരഞ്ഞു. അത് സൈഡിലല്ല, അത് പാടി അങ്ങ് തൊടിയിൽ പോയിരുന്ന് കരഞ്ഞു. ദൂരെ പോയിരുന്നു. അല്ല, ഞാൻ കേട്ട അവിടെ പോയി ഛർദ്ദിച്ചെന്നൊക്കെ കേട്ടെ. അത് ഇല്ല സാർ, ചുമ്മാ ഞാൻ തന്നെ പറഞ്ഞു. പാവം. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ഓ ഷുവർ. ഇന്നത്തെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ് ജെനിഫർ ഫ്രം കൊച്ചിൻ. ഹലോ ജെനിഫർ, യു ലുക്കിംഗ് സോ പ്രിറ്റി. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഈ പ്രിറ്റിനെസ്സിനെക്കാളും എനിക്ക് ജെനിഫർ എന്നുള്ള പേരാണ് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ജെനിഫർ ആലീസ്. ഞാൻ എറണാകുളം വൈപ്പിൻകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ വലിയൊരു പാഷനാണ് മ്യൂസിക്. ടോപ്പ് സിംഗറിൽ ഒരു ടോപ്പ് സിംഗർ ആവണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാ
അങ്ങനെ മോള് സെലക്ഷൻ റൗണ്ടിൽ നീല ജലാശയത്തിൽ പാടി. അപ്പോൾ അടുത്ത ഏത് പാട്ടാണ് പാടുന്നേ? അടുത്തത് ഫസ്റ്റ് റൗണ്ടിൽ ചുണ്ടത്ത് ചെത്തിപ്പൂ. ചുണ്ടത്ത് ചെത്തിപ്പൂ. ആര് പാടിയെന്നറിയൂ? ആര്? MG ശ്രീകുമാരങ്ങളും പിന്നെ ചിത്ര ഈരും. പാടിയോ? ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, അല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി, കല്യാണ ചെമ്പുന്നിൻ താലി കിലുങ്ങി, കല്ലിപ്പോലോലാക്കിൻ ചീലു കിണുങ്ങി. ഹോയ് ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിൻ്റെ, ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിൻ്റെ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി. ഹോയ് ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിൻ്റെ, ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനെ അരികിൽ വരാത്തതിൻ്റെ. ജെനിഫർ, അപ്പോൾ 2 മനോഹരമായ പാട്ടുകൾ പാടി. ഇനി നമുക്ക് കമൻസ് എന്താണെന്ന് ജഡ്ജസിനോട് ചോദിച്ചാൽ? ഓക്കെ, ജഡ്ജസ് എന്ത് പറയുന്നു? എന്ത് രസമായിട്ടാണ് പാടുന്നത്. താങ്ക് യു. ഒരു കാര്യം എനിക്ക് തോന്നിയത്, ചിരി കുറച്ചുകൂടെ വേണ്ടേ? ചിരി. അപ്പോൾ ചോദിക്കും, പാട്ട് പാടുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പാടുന്നത്. അങ്ങനെയല്ല. ചിരി എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഇത് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ച് അവരിത് കാണുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ വേണം, എല്ലാ രീതിയിലും, അല്ലേ? അപ്പോൾ ജെനിഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ദ ഫെയർ വൺ എന്നാണ്. അത്രയും ചുന്ദരി കുട്ടിയായിട്ടല്ലേ അവിടെ നിൽക്കണേ, താങ്ക് യു. അല്ലേ? ഇപ്പോൾ എസ്തറിനെ കൂടെ കൂടുമ്പോൾ 2 മാലാക്ക കുട്ടിമാരെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 2ാമത്തെ പാട്ട് പാടിയില്ലേ, അതിൽ കുറച്ചും കൂടെ ആ ഒരു ജോഷ് വരണം. ജോഷ് എന്ന് പറയില്ലേ, നമ്മുടെ ഒരു ആഘോഷം, അത് വരണം. അത് വന്നാലാണ് ഭയങ്കര രസം. അപ്പോൾ ഇനി മുതൽ ഈ സ്റ്റേജിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചിരി എപ്പോഴും മനസ്സിലിങ്ങനെ വെക്കണം. അങ്കിൾ പറഞ്ഞ ആ ചിരി എപ്പോഴും മനസ്സിൽ വെക്കണം. ഇവിടെ മാത്രമല്ല, ഏത് സ്റ്റേജ് പാടിയാലും ആ ചിരി വേണം, കേട്ടോ? ശ്രീമാരേട്ടൻ്റെ ചിരി കേട്ടിട്ടില്ലേ? അതുപോലെ 10,000 രൂപ തരണം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെൽ ഡൺ, വെൽ ഡൺ. ഒരു 10,000 രൂപ കൊടുക്കുമോ പ്ലീസ്? അമ്മയോ അച്ഛനോ വല്ലതും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. കൊടുക്കുമോ? തരുമോ എനിക്ക്? അല്ല, അവരുടെ അടുത്ത് നമുക്ക് വാങ്ങിക്കാൻ നോക്ക്. തൽക്കാലം കടമായിട്ട് വാങ്ങിക്കാം. പ്രളയത്തിലായതുകൊണ്ട് എല്ലാ പരിപാടികളൊക്കെ ക്യാൻസലായി. നമ്മൾ പട്ടിണിയാണ്. എന്നാ വേണ്ട, ഞാനും പട്ടിണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്തായാലും ജെനിഫർ ഗംഭീരമായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ നല്ല സംഗതികളുടെയൊക്കെ ക്യൂട്ട്നെസ്സൊക്കെ നന്നായിട്ട് വന്നു. ഇത്രയും മൗനമായിട്ട് ഇരുന്നിട്ട് എങ്ങനെ പാടി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോവുമായിരിക്കും, അല്ലേ? പക്ഷേ കുട്ടൻ പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും കാണുന്ന
ആൾക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത്. നമ്മൾ ചിരിച്ചുകൊണ്ട് എന്ന് വെച്ച് ഇങ്ങനെ എന്ന് ചിരിച്ചുകൊണ്ട് പാടണ്ട, എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി, ഒരു സ്മൈൽ മുഖത്ത് കാണും. അടിച്ച് പൊളിച്ചു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജെനിക്കുട്ടി അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. വേറൊക്കെ പറയായിരുന്നു ഇവിടെ ഇരുന്നിട്ട്, ഇതൊരു നല്ല ശബ്ദമാണ് പറയായിരുന്നു, നല്ല അസല് വോയിസാണ്, പാട്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, മിടുക്കി കുട്ടിയാണ്. അപ്പം ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഞാൻ ജെനിയുടെ അടുത്ത് അവിടെ ഒന്ന് വന്നോട്ടെ. തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാനേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. നല്ല പ്രിൻസസ് പോലത്തെ കുട്ടിയാണ്. അപ്പം അത് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എടുത്ത് വെച്ച് തന്നെ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നല്ല മിടുക്കി കുട്ടിയായിട്ട് ചിരിച്ചോട് പാടണം കേട്ടോ. സിത്തു, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും അങ്കിൾമാരും സിത്തു ചേച്ചിയാണ്, അതെങ്ങനെയാണ്? അല്ലെ സിത്തു എന്ന് തന്നെ വിളിക്കാൻ അല്ലെ? എന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ സാർ. ശ്രീമാറേട്ടന് 10 വയസ്സായപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല, എനിക്ക് 10 വയസ്സായപ്പോൾ സിത്തു ജനിച്ചിട്ടില്ല, സിത്തുവിന് 10 വയസ്സായപ്പോൾ ജെന്നി ജനിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു 4 ജനറേഷൻസിന്റെ ഒരു സംഘമാണ് അല്ലേ? ഒരു കോൺഫ്ലുവൻസ് ഓഫ് 4 ജനറേഷൻസ് ആണ്. ഓക്കെ, എനിക്കൊരു വലിയ ചെറിയ കാര്യം പറയണം. ഇങ്ങോട്ട് വരാം. Congratulations, Jennifer, you are selected to the next round. Very good. നന്നായിട്ട് പറഞ്ഞു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജെനിഫറിന് പണ്ടേ തുടങ്ങി പാട്ട് പാടാണ്ട് ഇപ്പം 5 വർഷമായിട്ട് വെച്ച് പാട്ട് പഠിക്കുന്നുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ്. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ചെറുപ്പത്തിലെ മുതൽ മോൾക്ക് ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഡാൻസ് ടീച്ചറിനെ വെക്കാമെന്ന് കരുതി ടീച്ചറിനെ അന്വേഷിച്ചപ്പോൾ ടീച്ചറിനെ കിട്ടിയില്ല. അങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം, നീ എൻ്റെ തണലായി. ഫൈനൽ ഓഡീഷനിലെ സെലക്ഷൻ ബാഡ്ജ് കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഫ്ലവേഴ്സിലൊരു ടോപ്പ് സിംഗറിൽ കിട്ടണമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എൻ്റെ സെലക്ഷൻ റൗണ്ടിൽ ജഡ്ജസ് കമൻസ് പറഞ്ഞത് ഞാൻ നന്നായിട്ട് പാടുന്നൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഷൈ ആണ്, ചിരിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നത്തെ സെലക്ഷൻ റൗണ്ടിൽ അടുത്ത കണ്ടസ്റ്റന്റ് ആനന്ദ് ഭൈരവ് ഫ്രം കൊല്ലം. നേരത്തെ നമ്മള് ജെനിയോട് പറഞ്ഞ മാതിരി ആനന്ദ് ഭയങ്കര ചിരിയാ, ഫുൾ ചിരിച്ചിട്ടാ വരണേ മെടുക്കൻ. ഹായ്, എൻ്റെ പേര് പി ആനന്ദ് ഭൈരവ് ശർമ്മ. ഞാൻ കൊല്ലം പെരുമ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ടോപ്പ് സിംഗറിൽ ആദ്യമായിട്ട് പാടാൻ പോവുകയാണ്. മലർവാടിയിൽ
നമ്മുടെ ശരത്ത് ചോദിക്കുന്നില്ല എന്തുവാ ഈ നിർമ്മലയുടെ ഒരു സംഗതി. നിർമ്മലേ എന്താണെന്ന് പാടിക്ക്. നിർമ്മലേ അങ്ങനെ ഒന്നുകൂടെ കേട്ടെ. ആ ടേക്കിൽ നന്നായിരുന്നു. ഇപ്പൊ തെന്നി പോകുന്നുണ്ട്. നിർമ്മലയ്ക്ക് ഒരു തെന്നലുണ്ട്. മോൻ്റെ ഇഷ്ടപ്പെട്ട രാഗം ആനന്ദ ഭൈരവി ആണോ? അതുകൊണ്ടാണ് ഈ പേരിട്ട് ആനന്ദ ഭൈരവ് എന്ന്? അച്ഛന് ഇഷ്ടം ആനന്ദ ഭൈരവി രാഗമാണ്. ഞാൻ കണ്ടുപിടിച്ചേണ്ട, അതാണ് എൻ്റെ ഇന്റലിജൻസ്. എനിക്കൊന്ന് കൊല്ലത്തെ ഒരു സ്ഥലത്തെ പ്രധാന പയ്യൻസാണ് തോന്നുന്നു. ആ ചിരി എന്ത് രസമാണ്. ആനന്ദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ആനന്ദം അല്ലേ, എക്സ്റ്റസിയാണ് അല്ലേ. അപ്പോൾ ആ സന്തോഷം പാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വരട്ടെ ആനന്ദ്. അടുത്ത ഏത് ഫസ്റ്റ് നമ്പർ ആണോ പാടുന്നേ? സുന്ദരി സുന്ദരി. ആ ഒന്നൊരുങ്ങി വാ വാ. ആനന്ദ്, എല്ലാ ആരാധികമാരെയും ഇംപ്രസ് ചെയ്തോ സുന്ദരി എന്നുള്ള പാട്ടൊക്കെ പാടി? ശ്രീജി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇവിടെ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട്, അതെനിക്കറിയില്ല, എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിരിക്കുന്നത്. സോ നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിച്ചാലോ? എന്താ പറഞ്ഞേ? ഞാൻ പാടിയതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് പാടിയെന്ന? ഇല്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞു. എന്നെക്കാട്ടി നന്നായിട്ട് പാടി, ഞാൻ സമ്മതിക്കുന്നു. കാരണം ഈ പ്രായത്തിൽ ഇത് പാടുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, മനസ്സിലായോ? ഒരു മിസ്റ്റേക്കും ഇല്ല, കറക്റ്റായിട്ട് പാടി. സുന്ദരി ഒന്നൊരുങ്ങി വാ വാ എന്നുള്ള സംഭവം വിട്ടുപോയി. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വാ എന്നുള്ള വിളിക്കാം, പഠിപ്പിച്ചു തരാം. പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ ആള് വിളവനാണ്, ആള് ജഗജില്ലാടിയാണ്. കാരണം നിർമ്മലയ്ക്ക് സംഗതിയിട്ട് അടുത്ത പാട്ട് സുന്ദരി എന്നുള്ള പാട്ട്. അപ്പം ഇല്ലത്ത് കുറേ പേര് കയറി വരും. നന്നായിട്ട് പാടി കേട്ടോ, രണ്ട് പാട്ടും ഗംഭീരമായിട്ട് പാടി, എനിക്കിഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ശ്രീജി, ഒരു റിക്വസ്റ്റ് കൂടി ചോദിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടി ഈ പാട്ടൊന്ന് പാടിത്തു രണ്ടുപേരും. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിന് ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഇനി അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചാലോ? ആരെടുത്ത് ചോദിക്കണം പറ? സിത്തു വേണോ അതോ MJG വേണോ? ആര് പറഞ്ഞാലും ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ആനന്ദ് വെറും ഒരു സംഭവമല്ല, മഹാസംഭവമാണ്. സിംപ്ലി സൂപ്പർ.
ആ ചിരി, നേരത്തെ ചിരിയുടെ കാര്യം പറഞ്ഞു, എന്തൊരു എന്താണ് നിഷ്കളങ്കമായ നിർമ്മലമായിട്ടുള്ള പുഞ്ചിരിയാണ് അല്ലേ. ശരിക്കും ഇതാണ് കുഞ്ഞുങ്ങളുടെ കൂടെ കൂടുമ്പോൾ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് അല്ലേ ശ്രീമോനേട്ടാ. ഇപ്പോൾ ആനന്ദിൻ്റെ ഞാൻ ഈ പെർഫോമൻസ് ചിലപ്പോൾ ഞാൻ ആനന്ദിൻ്റെ നിന്ന് പഠിക്കണ്ടാവും അല്ലേ. അങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട് വരട്ടെ, അതിഗംഭീരമായിട്ട് വരട്ടെ. കലക്കി കണ്ണ അസലായിട്ട് പാടി. വെറുതെ ഒരു പാട്ട് വന്നിട്ട് പ്രസന്റ് ചെയ്ത് പോകുന്നതല്ല മോൻ, എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പാടുന്നത് കേൾക്കുമ്പം. ആ നോട്ട്സിൻ്റെ ഒരു വൃത്തിയും പാടുമ്പോൾ, പ്രത്യേകിച്ചും സോങ് സെലക്ഷൻ. ഇപ്പം എല്ലാവരും അതെ, ജെന്നിഫർ ആണെങ്കിലും അതെ, ഭയങ്കര മനോഹരമായിട്ടുള്ള പഴയ പാട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണു. പേരൻസിൻ്റെയൊക്കെ ഹെൽപ്പ് ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഇപ്പോൾ ഒരു ഫാസ്റ്റ് സോങ് റൗണ്ട് വന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടാണ്ട് ഭയങ്കര ക്വാളിറ്റി ഇല്ലേ പാട്ട് പാടി ഫലിപ്പിക്കാനുള്ള ശിവ സാർ പാടിയിട്ടുള്ള ഒരു ഗംഭീര സോങ് സെലക്ട് ചെയ്തു. അത് അടിപൊളിയായിട്ട് പാടി തീർക്കുകയും ചെയ്തു. കലക്കി കേട്ടാ. എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ആക്കണില്ലേ, അതധികം ചെയ്യരുത് കേട്ടോ, അത് നന്നല്ല അങ്ങനെ ചെയ്യണത്. അപ്പം അങ്ങനെ വന്നാലും കൂടി ഒന്ന് ഉമിനീരൊക്കെ ഇറക്കി വെള്ളമൊക്കെ കുടിച്ചിട്ട് പരമാവധി അങ്ങനെ ചെയ്യാതെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ഹാബിറ്റ് ആവും. മനസ്സിലായി? ബ്യൂട്ടിഫുൾ. ഗോഡ് ബ്ലെസ് യു. ആനന്ദ് വീണ്ടും വീണ്ടും വേറെ കാലി വീണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സെലക്ഷൻ തരത്തില്ല, അത് നോക്കണ്ട. അത് നന്നായിട്ട് പാടിയാൽ മാത്രമല്ലേ. കാരണം കുട്ടൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് പിച്ചിൻ്റെ ഫ്ലൂട്ട് വേണം, ഏതെങ്കിലും ഒരു ഫ്ലൂട്ട് തരാമോ? മോനെ ഗംഭീരമായി. നീയാണ് സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. കാരണം വേറൊന്നുമല്ല, നിന്റെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് you are selected to the next round. ആനന്ദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് മാത്രമാണ് ഇതുവരെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും വളരെയധികം
വ്യത്യസ്തമാണ് ഫിലിം മ്യൂസിക്. അതിൽ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. വോക്കോയിലും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് അയാളെ പറ്റി. വോക്കോയിലിന് അങ്ങനെ വലിയ ഒരു പാടായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ് പാടിക്കൊണ്ട് വയലിൻ വായിക്കുക എന്നുള്ളത്. സെലക്ഷൻ റൗണ്ടിൽ 2 പെർഫോമൻസ് കഴിഞ്ഞു. ഉണ്ണിക്കള്ളൻ്റെ പെർഫോമൻസും കഴിഞ്ഞു. ഇനി വിളിക്കാൻ പോകുന്നത് സീതാലക്ഷ്മിയാണ്. സീതാലക്ഷ്മി ഫ്രം കോട്ടയം. ഹലോ. ഹലോ. എന്തുണ്ട് വിശേഷം? സുഖം. സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. ചിറകൊക്കെ ആയിട്ട്. മാലാഖയാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഹായ്, ഞാൻ സീതാലക്ഷ്മി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സംഗീതം എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. എന്നാലും ജാനകിയമ്മയുടെ പാട്ടുകളാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ പാടാൻ പോവുകയാണ്. പ്രാർത്ഥിക്കണം. സീത കുഞ്ഞെ. എന്തോ? ഹലോ 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 ഹലോ. ആ, ഇനി അടുത്ത പാട്ട് ഏതാണ്? അടുത്ത അമ്മയ്ക്കൊരു പൊന്നും കൂടെ. ഹായ്. അതിന് താളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പാട്ടിന്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അമ്മയ്ക്കൊരു പൊന്നും കൂടെ എന്നുള്ളത്.
അതിൻ്റെ ഒരു കോറസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റെക്കോർഡിംഗ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും കമോൺ, ഓൾ ദി ബെസ്റ്റ്. അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അത്തരമേല മേനകൾ കാഴ്ചവെക്കും അമ്മക്കുടം അതുനൊട്ടി നമ്മേനങ്ങൾ ചവയ്ക്കും അമ്മക്കുടം. അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അത്തരമേല മേനകൾ കാഴ്ചവെക്കും അമ്മക്കുടം അതുനൊട്ടി നമ്മേനങ്ങൾ ചവയ്ക്കും അമ്മക്കുടം. സൂര്യചന്ദ്രനോ അമ്മക്കുടം അതു നോട്ടി നമ്മെ ചവയ്ക്കും അമ്മക്കുടം. ദേവി നിന്നെ ചാർത്തിക്കാൻ പുണരും പൂമട്ടു മൂലകം വാഴുമ്പോൾ കണിക്കേ വയ്ക്കും നീ കവിലമ്മയ്ക്കിന്നല്ലോട്ട് ചാർത്ത് തമ്പുരാന്റെ മേടയിലെ കൊഞ്ചമയം കൊണ്ടുവരാൻ ചെമ്പരുന്തും പോയി വന്നേ കണ്ടുതൊഴനൊടി വായും ആയിരം കൈകൾ പൂവും അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അത്തരമേല മേഘങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം അതു നോട്ടി നമ്മെ ചവയ്ക്കും അമ്മക്കുടം. സൂര്യചന്ദ്രനോ പൂവിട്ട് പൂവിട്ട് പൂജിച്ചതാണി ചിത്തിമുല്ല ചെമ്പരത്തി മാലയും ചാർത്തി മഞ്ഞച്ചന്ത കുങ്കുമവും നെറ്റിയിൽ മേലയ്യ അഞ്ചാനവും ചന്ദനവും ചന്തമോടെ ചാർത്തിയിട്ട് നിന്റെ തിടമേറ്റി ഞങ്ങൾ പാടുന്നേ പാടി വന്നേ. അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അത്തരമേല മേഘങ്ങൾ കാഴ്ചവെക്കും അമ്മക്കുടം അതു നോട്ടി നമ്മെ ചവയ്ക്കും അമ്മക്കുടം. അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അതു നോട്ടി നമ്മെ കാഴ്ചവെക്കും അമ്മക്കുടം അതു നോട്ടി നമ്മെ ചവയ്ക്കും അമ്മക്കുടം. അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം അമ്മയ്ക്കൊരു പൊന്നുകുടം ആടി വരും മന്ത്രക്കുടം. താങ്ക് യു. സീതാലക്ഷ്മി, എന്തോ അമ്മയ്ക്കൊരു പൊൻകുടം അല്ലേ? സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാലോ? ജഡ്ജസ്, അമ്മയ്ക്കൊരു പൊൻകുടം എങ്ങനെ ഉണ്ടായിരുന്നു? സീതക്കുട്ടി എന്തോ 2 പാട്ടും അസലായിട്ട് പാടി. താങ്ക് യു. ഇതൊരു നല്ല ശബ്ദമാണെന്നറിയോ സീതയുടെ? ഭയങ്കര എന്താ പറയുക, സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ പാടുന്ന പോലത്തെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടും എഫേർട്ട്ലെസ്സും ആയിട്ടാണ് പാടണേ, ഈസി ആയിട്ടാണ്. എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളുടെ ആ ഒരു എന്താ പറയുക ഗ്രേസും തിരിച്ച് എന്തോ ഒന്ന് വിളി കേൾക്കണതും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. താങ്ക് യു. ഇതേപോലെ ഇരിക്കട്ടെ എപ്പോഴും. ഗോഡ് ബ്ലെസ്. താങ്ക് യു. സീതാലക്ഷ്മി, എന്തോ എന്തായത്? തകർത്തില്ലേ? തകർത്തെന്ന് വെച്ചാൽ അടിച്ച് പൊളിച്ചു. കാരണം നമ്മൾ സാധാരണ ഈ അടിപൊളി പാട്ട് പാടുമ്പോഴത്തേക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ അടിപൊളി പാട്ടിൻ്റെ ഇടയിൽ സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല പ്രഷറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനിടയിൽ സംഗതി വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവത്തില്ല. പക്ഷേ ആ ഒരു സിദ്ധി മോക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അമ്മയ്ക്കൊരു പൊന്നും കൂടെ എന്നുള്ളതിനകത്തുള്ള ആ കറക്റ്റ് റെക്കോർഡ് പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പാടി. അതുപോലെ തന്നെ താമരക്കുമ്പിളിലുള്ള അതിൻ്റെയും വളരെ നന്നായിരുന്നു. അതായത് അതുപോലെ തന്നെ റിപ്ലിക്ക പോലെ പാടിയിട്ടുണ്ട്. നല്ല ശബ്ദവും. ഗോഡ് ബ്ലെസ് യു. കലക്കി. ചോദിക്കണ്ടേ? സീതക്കുട്ടി, എന്തോ ഈ എന്തോ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്ത് രസമായിട്ടാ എന്തോ എന്ന് പറയുന്നത്. അതിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അത് ഏത് ശ്രുതിയാണോ? എന്തോ ഒന്നുകൂടെ പറഞ്ഞേ.
എന്തോ എന്തോ അത് കൊള്ളാം. നല്ല നല്ല മ്യൂസിക്. അതാണ് മ്യൂസിക് എന്നാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന, അതാണ് ടാലൻറ്റ് എന്ന് പറയുന്നത്. ടാലൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലും വരുള്ളൂ. ഇപ്പോൾ ചേട്ടൻ എത്രയോ വേഴ്സറ്റൈലായിട്ട് മെലഡിയും അല്ലെങ്കിൽ അടിപൊളി പാട്ടുകളും എല്ലാം ചേട്ടൻ പാടിയിട്ടുണ്ട്. വേഴ്സറ്റൈൽ ഈ വയസ്സിലാവുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. രണ്ട് ടോട്ടലി ഡിഫറെൻറ്റ് സോങ്സാണ് പാടുന്നത്. അത് രണ്ടും ഇത്ര മനോഹരമായിട്ട് അതിന് ഓരോന്നിനും വേണ്ടതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അതിന് അടിവരയിട്ടുകൊണ്ട് പാടിയില്ലേ, മിടുക്കിയാണ്. മിടുക്കിയാണ്. നന്നായി വരട്ടെ. ഓക്കെ. സീതാലക്ഷ്മി, എന്തോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്? കുട്ടൻ പറയുന്നു കുട്ടൻ ഓക്കെ ആണെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ട് ഞാനും പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. കുട്ടൻ പറഞ്ഞു ആലോചിക്കണം പറഞ്ഞു. ഇദ്ദേഹത്തിന് സിത്തുവിന് അങ്ങോട്ട് ഒരു സിത്തു ഇത് വേണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. മോള് ഇതിന് കിട്ടിയില്ലെങ്കിൽ മോക്ക് വിഷമം വരുമോ, കരച്ചിൽ വരുമോ? കിട്ടിയില്ലെങ്കിൽ പിന്നെ സങ്കടം വരും. ഗീതലക്ഷ്മി ആണെങ്കിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കാര്യം. പാട്ടൊക്കെ നന്നായിട്ട് പാടി. പക്ഷെ നമ്മളിപ്പം പല കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. അപ്പൊ അത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെയാണ്. സിത്തുവിന് ഓക്കെ അല്ല എന്നാണ് സിത്തു ഇങ്ങനെ പറയും. സപ്പോസ് ഇത് കിട്ടിയില്ലെങ്കിലോ? അപ്പം സാറാണ് അങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട്. അവര് വരുന്നുണ്ട്. എന്തോ സർപ്രൈസ് ആയിട്ടാ വരുന്നത്. ഓടി ഓടി ഒളിച്ചാ പോകുന്നത്. പറയാൻ ഒന്നും പറയാനില്ല. ഓസം ടാലന്റ്. ഇതിനപ്പുറം എന്താ പറയുക? നമ്മൾ സീതക്കുട്ടിയെ ഇതിനകത്ത് കടത്തി വിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെയും കടത്തി വിടുന്നത്? മിടുക്കിയല്ലേ? So congratulations, you are selected to the next stage. സന്തോഷായോ? അതുകൊണ്ടാണോ കരയുന്നത് ഇപ്പം? പിന്നെ എന്തിനാ കരയുന്നത്? ആനന്ദാസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും വരിക ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ. ഡാൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടക്കാലം കൊണ്ടാണ് മോള് പാട്ട് പാടുമെന്ന് അറിയാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ മ്യൂസിക്കിലേക്ക്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടീസ് ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കത്ത്. സോ ഈ എപ്പിസോഡിൽ ഇനി അടുത്തതായിട്ട് പാടാൻ വരുന്നത് ശ്രീഭുവൻ ഫ്രം പാലക്കാട്. ശ്രീഭുവൻ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് അത് പറ. ഞാൻ 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലാണോ? എൻ്റെ ബ്രദറിനേക്കാൾ 1 വയസ്സ് ഇളയതാ. അപ്പം എന്ത് ക്യൂട്ടാണ്. ഇതേ ചിരിക്കുമ്പോൾ നുണക്കുഴിയും കാണാം ഇവിടെ. നുണക്കുഴി ഉള്ളൊരു നുണ പറയുകയേ ഇല്ല എന്നാ. എനിക്കും ഉണ്ട് നുണക്കുഴി. ഹായ്. ഫ്ലോറിൽ പോകുമ്പോൾ മേക്കപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ആവശ്യമില്ല. അയ്യോ, ഞാൻ മറന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ല. ഞാൻ ശ്രീഭുവൻ. എൻ്റെ വീട് പാലക്കാട് ആലത്തൂരാണ്. ഞാൻ പഠിക്കുന്ന BSS ഗുരുകുലം സ്കൂളിലാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഹരിഹരൻ സാർ. ഹരിഹരൻ സാറിനെ പോലെ നന്നായി പാടാനും സാറിനെ ഒന്ന് നേരിട്ട് കാണാനും കൂടിയാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ഈ ടോപ്പ് സിംഗർ എന്ന ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസിലോട്ട് പോവുകയാണ്. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇന്ന് സാഗരമേ ശാന്തമാകുന്നീ ചിന്നമ്മ. 2 സോങ്ങാ പാടാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഏതാ പാടാൻ പോകുന്നത്? ആദ്യം സാഗരമേ. ഓക്കെ.
പല്ലവി പഞ്ചിക മൂകമായി എൻ്റെ മൗന സമാധിയായി സാഗരം ശാന്തമാക നീ. ആഹാ, സാഗരമേ ശാന്തമാകു പാടി ശാന്തമായി കളഞ്ഞല്ലോ. സ്കൂളിൽ വിളിക്കുന്ന പിള്ളേർ വിളിക്കുന്ന പേര് പറ. സ്കൂളില് ശ്രീഭുവാന്ന് തന്നെ വിളിക്കും. ശ്രീഭുവാന്ന് തന്നെ വിളിക്കും. ഇല്ല, വേറെ എന്തോ ഉണ്ട്. ഒരു സാധാരണ നമ്മളെ കുളഞ്ചാടിന്നോ ഏതാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ല, അങ്ങനത്തെ രീതിയിലുള്ളൊരു പേര് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ക്ലാസ്സിൽ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടും. ആ, അത് കഴിഞ്ഞ് പിന്നെ ഇതാ യേശുദാസ് പാടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ എല്ലാവരുടെയും പറഞ്ഞു. ഓ, യേശുദാസ് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അല്ലേ? ആ, മോൻ അതിലൊന്നും പേടിക്കണ്ട കേട്ടോ, മോൻ നന്നായിട്ട് പാടും. ഓക്കെ, അടുത്ത ഏത് പാട്ടാ പാടുന്നേ? ചിന്നമ്മ. ചിന്നമ്മ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. തദരി നന്നാരി തദരി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം ഉക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം ഉക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. വയലേലയിൽ കിളികൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി പുഴമീനുകൾ തെളിനീരിനായി കളി ചൊല്ലി നീങ്ങുന്നുവോ. പഴയ കാലങ്ങളെങ്ങും പടിമറയുവതിനി വരുമോ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം ഉക്കുമ്മ പടവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. പപ്പ മകരി മക്കരി സറ്റി സനി ധന്നിപ്പ ഗരി സാസ നീസ ദാസ പാസ പദനി സരിഗ പമ ഗമ ഗരിഗ ഗരി സനി ധനി സാധാനി ഗ പമ പ പദ മപ ഗമ രി സരി സനി സ സരി ഗരി ഗമ ഗമ പ രി ഗരി ഗമ ഗമ പ మ పద పదని స ని క పదని స. എള്ളുകിലുങ്ങും കാതിൽ ഒരു കൊമ്പ് വിളിക്കും കാറ്റിൽ മന്തുണിമിട്ടും കാതിൽ അലികോമരമുയർന്ന താളം മദ്ദളമേളം പതികാരം മുട്ടിക്കേറുമ്പോൾ അന്തിവിളക്കുകൊളുത്താനായി ഞാനും പോരുമ്പോൾ അണിനിരയായി ആകാശവും നറുതി
ചെറുതാണെങ്കിലും എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അവിടെ ഇരുന്ന്. വലുതാകുമ്പോൾ ഒരു ഫേമസ് സിംഗർ ആവണമെന്നാണല്ലോ. അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ശ്രീജിയോട് തന്നെ ചോദിച്ചാലോ? ചോദിച്ചോ. ശ്രീ ഭുവൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന കണ്ണ, ദോശക്കള്ള, ചമ്മന്തിക്കള്ള, നന്നായിട്ട് പാടിയിട്ടു. രണ്ട് പാട്ടും ഗംഭീരമായിട്ട്. നല്ലൊരു ഭാവിയുണ്ട്. ഭാരതത്തിന് എങ്ങനെ പറയുന്നത്? ഭാരതം. ആ, ഭായിക്ക് ഒന്നുകൂടെ ശക്തി കൊടുക്കണം. ഭാരതം. ആ, ഈ ദാസേട്ടൻ്റെ ഒക്കെ ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അക്ഷര സ്ഫുടത ഒരു മനുഷ്യനും കിട്ടൂല. അത്രയ്ക്ക് ഇങ്ങനെ എന്തോ ഓരോ അക്ഷരവും ഓരോ വലിയ മലകൾ പോലെ അവനാണ് വീഴുന്നത്. അതൊക്കെ പോട്ടെ, മോനെന്തായാലും ഗംഭീരമായിട്ട് പാടി. നിനക്കൊന്നും കേൾക്കാൻ വയ്യ ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആ എക്സൈറ്റ്മെന്റിലായിരിക്കും. വൈൽഡ് സൈഡ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നിനക്ക് അങ്ങനത്തെ വല്ല അംബീഷൻസ് വല്ലതും ഉണ്ടോ? ഒരു വൈൽഡ് ആയിട്ടുള്ള അംബീഷൻസ് വല്ലതും ഉണ്ടോ? വീട്ടുകാരടുത്ത് പറഞ്ഞിട്ട് നടക്കാത്ത അംബീഷൻസ് വല്ലതും ഉണ്ടോ? ഒരെണ്ണമുണ്ട്. എന്താണ്? ഇഡ്ഡലിയോ? അല്ല. പിന്നെ ചപ്പാത്തി? വീട്ടുകാർ പറയാറുണ്ട് ഇപ്പൊ തന്നെ സൈക്കിളൊന്നും ഓട്ടി പഠിക്കണ്ട. റോട്ടിൽ കൂടെ. റോട്ടിൽ കൂടെ അല്ല, നീ എവിടെ അടുക്കളക്കകത്ത് സൈക്കിൾ ഓട്ടു? അല്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഒരു സൈക്കിൾ എനിക്ക് വേണമെന്നാണ്. പക്ഷെ ഇപ്പോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഡിൽ കൂടെ അത്ര എനിക്ക് ഓട്ടൻ വാങ്ങിച്ചു വന്നിട്ടില്ലേ? അപ്പോ ഇല്ല ഇല്ല ഇല്ല. ആഗ്രഹമാണ് കേട്ടോ. അതാണ് ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെ പറയണം. അതെ. എന്താ റോട്ടിലൂടെ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടല്ല, അതിന്റെ ഒരു ബാലൻസ് ആയിട്ടില്ല. പഠിച്ചിട്ടില്ല സൈക്കിൾ ശരിക്കും? പഠിച്ചു, സപ്പോർട്ട് വീൽ ഇല്ലാതെ. ആണോ? സൈക്കിളൊക്കെ കിട്ടിയാ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഓടിക്കുവോ? ആ, സൂക്ഷിച്ച് ഓടിക്കും. എന്നാലൊരു ധൈര്യക്കുറവുണ്ടല്ലോ എവിടെയോ. അതേ സിത്തു, അമ്മയ്ക്ക് വിശ്വാസം കുറവാ. നിനക്കിപ്പോ എന്ത് വേണം? അതെ, എന്ത് വേണം? സൈക്കിൾ. സൈക്കിള്. മോന് സൈക്കിൾ തരണമെന്ന് പറഞ്ഞു. സൈക്കിൾ കിട്ടിയാ നീ എനിക്ക് എന്ത് തരും? എന്താണെങ്കിലും തരാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, സൈക്കിൾ വേണോ അതോ ഇവിടെ ടോപ്പ് സിംഗറിൽ ഇൻ ആവണോ? ടോപ്പ് സിംഗർ ആദ്യം. ഹായ്. അത് ആദ്യം വേണം. അപ്പൊ രണ്ടാമത്തെ സൈക്കിൾ വേണം. ഇതില് ചോയ്സ് ഇല്ല, ഒന്നേ എടുക്കാൻ പറ്റും. ഇപ്പൊ തീരുമാനിക്കണം ഏത് വേണം. ടോപ്പ് സിംഗർ. അതെന്താടാ? എനിക്ക് സൈക്കിളും രണ്ടും ഒരുമിച്ച് വേണ്ടേ? അല്ല, അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ശ്രീഭുവൻ ടോപ്പ് സിംഗർ ആയതുകൊണ്ടാ. ടോപ്പ് സിംഗർ, റിയലി ടോപ്പ് സിംഗർ. അപ്പൊ കൂട്ടാ ഒരു ഡിസിഷൻ എടുത്തേ. ഓക്കെ, ദ ഫൈനൽ ഡിസിഷൻ ഇസ് ഹിയർ. ഞാൻ അങ്ങോട്ട് വരട്ടെ മോനെ? ഞാൻ അങ്ങോട്ട് വരട്ടെ? കുട്ടാ ചെയ്യലേ, പ്ലീസ് പ്ലീസ് കുട്ടാ പ്ലീസ്. ചെയ്യരുത്. മഹാഭാവമാണ്. ഈ ലോകം മുഴുവൻ കാണും. ഇത് ഇങ്ങനെ ആദ്യം പിടിക്കും. Congratulations, you are selected to the next stage. Excited ആയോ? Very excited? Yes, thank you so much. എന്തൊരു എക്സൈറ്റഡ് ആണോ? ചിരിയിലുണ്ട് എല്ലാ ഹാപ്പിനെസ് അല്ലേ? അവന് ഏറ്റവും ഇഷ്ടം
പിന്നെ ഫുട്ബോൾ കളിക്കാനാണ്. പിന്നെ പാട്ടൊക്കെ നിറയെ പഠിക്കാറുണ്ട്. അമ്മയും ചേച്ചിയുമാണ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തരാറ്. അവൻ LKG-യിലാണ് ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യുന്നത്. സൈക്കിൾ ആഗ്രഹം ഉണ്ടായത്, ഗിയർ സൈക്കിൾ വേണമെന്നുള്ളതാണ് വാശി. സെലക്ഷൻ റൗണ്ടിൽ തന്നെ അവന് സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഡ്രസ്സൊക്കെ ഭയങ്കര സെൻസിലെടുക്കുന്ന ആളാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയിലെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് സിംഗർ ആരാന്നറിയാനുള്ള സമയമാണിത്.